ബോംബെ ആക്രമണം നടന്നു. ഈ സമയത്ത് കംപ്ലീറ്റ് മീഡിയ അവിടെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് നിങ്ങളെല്ലാം കണ്ടു, ജനങ്ങൾ മുഴുവൻ കണ്ടു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡാമേജ് നടന്നൊരു സ്ഥലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ താജ് ഹോട്ടലിനകത്തുള്ള കംപ്ലീറ്റ് ടി വികളിൽ നിങ്ങൾ പറയുന്നതും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ഈ മിലിറ്റൻസ് അടക്കം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് 2 ദിവസം എടുത്തിരിക്കുന്നത്. കാരണം അവനറിയുന്നുണ്ട് നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ്, കമാൻഡോസ് എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ അവനും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് വെപ്പൺ വെൻ യു ആർ റിപ്പോർട്ടിങ് സർട്ടൻ തിങ്സ്. അത് നിങ്ങൾക്ക് ന്യൂസ് കിട്ടിയാൽ പോലും നിങ്ങൾ പുറത്തു വിടരുത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്നും ഒരുപാട് അകന്നു പോയാൽ നമ്മൾ എങ്ങനെ അപ്ഡേറ്റഡ് ആകും? എന്ത് നടക്കും നമ്മളെങ്ങനെ അറിയാം? എക്സാക്ട്ലി. ഇത് ചില സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അഡ്വാൻറ്റേജ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് അത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാരാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് മിലിറ്ററി ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് ആക്സസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ സുരക്ഷ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിന് വെടികൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റി പട്ടാളത്തിനുണ്ടായിരിക്കും, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരിക്കും. സോ വി വിൽ നോട്ട് അലോ ഇറ്റ് ടു ഗെറ്റ് ഇൻസൈഡ്. ഈ സമയത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഞാൻ ജേർണലിസ്റ്റാണ്, എനിക്കവിടെ പോകണം, അത് നിങ്ങളുടെ ഡ്യൂട്ടി. അവൻ പോകണ്ടെന്ന് പറയുന്നത് അവൻ്റെ ഡ്യൂട്ടി. സോ ഇത് രണ്ടും തമ്മിൽ വി ഹാവ് ടു ഡിസൈഡ് എന്തുകൊണ്ട് അവനത് പറയുന്നു. ബിക്കോസ് ആ സ്ഥലത്ത് നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളതും ആ സ്ഥലത്തിനെ ഡോമിനേറ്റ് ചെയ്യുന്നതും ആ പട്ടാളക്കാരനാണ്, ആ സെക്യൂരിറ്റി മാനാണ്. സോ ഹീ വിൽ സേ ദാറ്റ് ഡോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആ അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കൂടിയുള്ളതായിരിക്കും. ആ സമയത്ത് നമ്മൾ ID കാർഡും ഫ്ലാഷ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന പ്രസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ദാദഗിരി കാണിച്ചു കഴിഞ്ഞാൽ കാർഗിൽ യുദ്ധത്തിലടക്കം പല ഫോൾസ് റിപ്പോർട്ടുകളും നിങ്ങളുടെ ജേർണലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ എത്താതെ തന്നെ യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് യുദ്ധഭൂമി പോലെ ചിത്രീകരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും ആ പ്രവർത്തകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്.